ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് പൈലറ്റുമാർക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ലാതെ 1996 അടച്ചുപൂട്ടി. മോഡി ലിഫ്റ്റിനും 1996 അതേ വിധിയായിരുന്നു. ഡമാനി എയർവേസ് പാപ്പരായി 1997 കടയടച്ചു. പാരാമൗണ്ട് എയർവേസ് 2010 നിലത്തിറങ്ങി, പിന്നെ പറന്നില്ല. ഇന്ധനത്തിന് പോലും പണമില്ലാതായ ഡെക്കാൻ എയർവേസും എയർ സഹാറയും 2008 കിങ്ഫിഷറിൽ ലയിച്ചു. ഇതേ കിങ്ഫിഷർ എയർലൈൻസ് 2012 ഉടമയാൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ടു. എയർ പെഗാസസ് എന്നൊരു വിമാന കമ്പനി ഇപ്പോൾ ഉണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല. ഏതായാലും സിവിൽ ഏവിയേഷൻ 2016 ഇവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്തു. എയർ കാർണിവലിന്റെ അവസാന ഫ്ലൈറ്റ് 2017 മുംബൈയിൽ നിന്നും പറന്നു പൊങ്ങിയതാണ്. പിന്നീട് ആരും ഇവരെ കണ്ടിട്ടില്ല. ട്രൂജെറ്റ് 2022 പൂട്ടി. ജെറ്റ് എയർവേസ് നിൽക്കക്കളിയില്ലാതെ ഓപ്പറേഷൻ സസ്പെൻഡ് ചെയ്തു. അവരുടെ വിമാനങ്ങൾ ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളിലും അനാഥപ്രേതം പോലെ കാണാം. ഗോ എയറും 2023 പ്രവർത്തനം നിർത്തി. വിസ്താരയും ഇന്ത്യൻ എയർലൈൻസും എയർ ഇന്ത്യയിൽ ലയിച്ചു. സ്പൈസ് ജെറ്റിനെ കുറിച്ച് ഒരു വിവരവുമില്ല. ഇതായിരുന്നു ഇന്ത്യൻ ലോ കോസ്റ്റ് കാരിയറുകളുടെ ആയുസിന്റെ പുസ്തകം. ഇതിൽ ഇന്ത്യൻ എയർലൈൻസ് ഒഴികെ മറ്റൊന്നും 10 വർഷം തികച്ച് വൃത്തിയായി പറന്നിട്ടില്ല. ഇങ്ങനെ ചക്ക കുഴയും പോലെ കുഴഞ്ഞുകിടന്ന ഇന്ത്യൻ സിവിൽ വ്യോമ ഗതാഗതത്തിലേക്ക്, ലോകത്തിലെ ഏറ്റവും ദുഷ്കരമായ മാർക്കറ്റിലേക്ക് 2006 അവർ വന്നത്. ഇൻഡിഗോ. 60 ലക്ഷം സ്ക്വയർ കിലോമീറ്ററാണ് വിശാലമായ ഇന്ത്യൻ ആകാശം. 2006 വർഷത്തിൽ ഈ വ്യോമപരിധിയിൽ ഒരു ദിവസം ഉണ്ടായിരുന്നത് ശരാശരി 8500 വിമാനങ്ങൾ മാത്രം. ഇതിലും പകുതി മാത്രമേ ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ള കമ്പനികളുടെ വിമാനങ്ങളുള്ളൂ. ഇത്ര വലിയ മാർക്കറ്റിന്റെ ആകാശം ഒഴിഞ്ഞുകിടന്നത് എന്തുകൊണ്ടാണ് മിഡിൽ ക്ലാസ് ഇന്ത്യക്കാരൻ പറക്കാൻ ഇത്ര വൈകിയത്? പറക്കാനുള്ള ഭീമമായ ചിലവായിരുന്നു കാരണം. ഇന്ത്യൻ ആഭ്യന്തര വ്യോമയാന പാതകൾ ഇന്ത്യൻ എയർലൈൻസിന്റെയും എയർ ഇന്ത്യയുടെയും കുത്തകയായിരുന്നു. 2003 കൊച്ചിയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്കുള്ള റിട്ടേൺ ടിക്കറ്റിന്റെ വില 28,000 രൂപയാണ്. ഇൻഫ്ലേഷൻ വെച്ച് കണക്കുകൂട്ടിയാൽ ഇന്നത്തെ 45,000 രൂപയോളം വരുന്നത്. ഇതേ കാലത്താണ് സിവിൽ ഏവിയേഷന്റെ പറുദീസയായ വടക്കേ അമേരിക്കയിലും യൂറോപ്പിലും പുതിയൊരിനം വ്യോമഗതാഗതം ജനിച്ചതും പെട്ടെന്ന് പോപ്പുലറായതും. ലോ കോസ്റ്റ് കാരിയറുകൾ, ചുരുങ്ങിയ ചെലവിൽ പറക്കാം. ഇതിന്റെ ചുവട് പിടിച്ച് പകുതി പണം വാങ്ങി കുടിക്കാൻ ഒരു കുപ്പി വെള്ളം മാത്രം നൽകി ഇന്ത്യൻ യാത്രക്കാരെ പറക്കാൻ ശീലിപ്പിച്ച വിമാന കമ്പനികൾ ഇവിടെയും ജനിച്ചു. 2003 എയർ ഡെക്കാനാണ് ആദ്യം വന്നത്. പിന്നാലെ സ്പൈസ് ജെറ്റ് എത്തി. 2006 ഇൻഡിഗോ ജനിച്ചത്. അന്ന് വന്നവരെല്ലാം പോയി. ഇൻഡിഗോ അന്നും ഇന്നും ഒരേ നിൽപ്പ് നിൽക്കുന്നു. അതൊരു ഒന്നൊന്നര നിൽപ്പാണ്. ജനിച്ച ശേഷം ലാഭം മാത്രമുണ്ടാക്കി ഓരോ ദിവസവും റൂട്ടുകളും എയർക്രാഫ്റ്റുകളും പെരുപ്പിച്ചുള്ള ഒരു നിൽപ്പ്. ഇന്ത്യൻ സിവിൽ ഏവിയേഷന്റെ അഭിമാന നക്ഷത്രം. ഇന്ന് ഇന്ത്യയുടെ ആഭ്യന്തര വിമാനയാത്രാ വിപണിയുടെ 60% ഇൻഡിഗോയുടെ നിയന്ത്രണത്തിലാണ്. ഇന്ത്യയിൽ പറക്കുന്ന 10-6 പേരും ഇൻഡിഗോ വിമാനത്തിലാണെന്നർത്ഥം. എതിരാളികളെല്ലാം ചേർന്നാലും ഇൻഡിഗോയുടെ മാർക്കറ്റ് ഷെയറിനൊപ്പം എത്തില്ല. ഇന്ത്യൻ ചരിത്രത്തിൽ മറ്റൊരു വിമാന കമ്പനിക്കും ഇനി അത് എത്തിപ്പിടിക്കാനുമാവില്ല. ഇതെങ്ങനെ സംഭവിച്ചു? ലോകത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ വ്യോമയാന വിപണിയാണ് ഇന്ത്യയുടേത്. അവിടെ ലാഭകരമായി പ്രവർത്തിക്കുന്നത് സ്വപ്നം മാത്രം. ഇവിടെ ഇൻഡിഗോ ഇത്ര വലിയൊരു വിപ്ലവമായി മാറിയതെങ്ങനെ? ആ കഥയിലേക്ക് തിരിഞ്ഞു നടക്കാം. വിമാന കമ്പനികൾ വേഗത്തിൽ ആരംഭിച്ച് അതിവേഗം തകർന്ന കാലമായിരുന്നു 2000 മുതൽ 2010 വരെയുള്ള 10 വർഷം. പ്രാദേശികവും ദേശീയവുമായ 12ലേറെ വിമാന കമ്പനികളാണ് അക്കാലത്ത് ഒന്നുമല്ലാതായി പോയത്. നിക്ഷേപകർക്ക് പ്രതീക്ഷയും യാത്രക്കാർക്ക് വിശ്വാസവും നഷ്ടപ്പെട്ടു. ഈ കൊടുങ്കാറ്റിനിടയിലാണ് രാഹുൽ ഭാട്ടിയയും രാകേഷ് ഗംഗ്വാളിയും ഇന്ത്യൻ ആകാശം സ്വപ്നം കണ്ടെത്തിയത്. രാഹുൽ ഭാട്ടിയ ടൂറിസം രംഗത്ത് വിജയകരമായി പ്രവർത്തിച്ചിരുന്ന ഇന്റർ ഗ്ലോബ് എന്റർപ്രൈസസിന്റെ സ്ഥാപകനായിരുന്നു. ഇന്ത്യൻ വിപണിയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. ഇന്ത്യക്കാർ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ യാത്ര ചെയ്യുന്നു, എന്തിനാണ് മൂല്യം നൽകുന്നത് എന്നൊക്കെ. കൂട്ടുകാരൻ രാകേഷ് ഗംഗ്വാൾ ഒരു വ്യോമയാന വിദഗ്ധനാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ബിരുദം നേടിയ അദ്ദേഹം വർഷങ്ങളോളം വിദേശത്ത് വ്യോമയാന മേഖലയിൽ ജോലി ചെയ്ത് അമേരിക്കയിലെ US എയർവേസിന്റെ CEO പദം വരെ എത്തിയിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് ഇന്ത്യ അതുവരെ കണ്ടിട്ടില്ലാത്ത ഒന്ന് സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. അച്ചടക്കമുള്ള, ഡാറ്റ ഡ്രിവണായ, യാത്രക്കാരോട് ഉത്തരവാദിത്തമുള്ള ഒരു വിമാന കമ്പനി. അങ്ങനെ 2006 ഓഗസ്റ്റ് 4 ഒരൊറ്റ എയർബസ് A320 വിമാനവുമായി ഇൻഡിഗോ അതിന്റെ ആദ്യ യാത്ര നടത്തി. ഡൽഹിയിൽ നിന്ന് ഗുവാഹത്തി വഴി ഇംഫാലിലേക്ക്. ഇന്ത്യയിലെ മുൻനിര നിക്ഷേപകർ ഈ സമയം കളി കണ്ട് നോക്കി നിന്നു. അവർക്കത് വേഗം വറ്റിത്തീരാനിരിക്കുന്ന മറ്റൊരു വിമാന കമ്പനി മാത്രം. ആരും അതിലത്ര താല്പര്യം കാണിച്ചില്ല. എവിടെയും വലിയ വാർത്തയായില്ല. ലോ കോസ്റ്റ് കാരിയർ എന്ന ആശയം ഇൻഡിഗോ കണ്ടുപിടിച്ചതല്ല എന്ന് പറഞ്ഞല്ലോ. അമേരിക്കയിലെ സൗത്ത് വെസ്റ്റ് എയർലൈൻസിനെയും യൂറോപ്പിലെ റയാൻ എയറിനെയും പോലുള്ള ആഗോള ബ്രാൻഡുകളിൽ നിന്നാണ് ഇൻഡിഗോ പ്രചോദനം ഉൾക്കൊണ്ടത്. എല്ലാവരും ഇതൊക്കെ കണ്ടാണ് ഇറങ്ങിയതെങ്കിലും വിദേശ മാതൃകകളെ ഇന്ത്യൻ സാഹചര്യത്തിന് എത്രത്തോളം കൃത്യമായി പൊരുത്തപ്പെടുത്തി എന്നതാണ് ഇൻഡിഗോയെ വേറിട്ട് നിർത്തിയത്. ഇന്ത്യയിലെ മിക്ക വിമാന കമ്പനികളും കുറഞ്ഞ ചെലവിലുള്ളവ എന്ന് സ്വയം വിശേഷിപ്പിച്ചാലും അക്കാര്യത്തിൽ പകുതി മനസ്സോടെയാണ് പ്രവർത്തിച്ചിരുന്നത്. അവർ സൗജന്യ ഭക്ഷണം നൽകി, അധിക ലഗേജ് അനുവദിച്ചു, ചെലവ് വർദ്ധിപ്പിക്കുന്ന അനാവശ്യ സേവനങ്ങൾ നൽകി. ഇൻഡിഗോ ഇതിന് നേർ വിപരീതമായിരുന്നു. സൗജന്യ ഭക്ഷണമില്ല, ഫ്രീക്വന്റ് ഫ്ലയർ ലോഞ്ചുകളില്ല, ബിസിനസ് ക്ലാസ് വേണ്ട. ഭൂരിഭാഗം ഇന്ത്യക്കാർക്കും ആഡംബരം ആവശ്യമില്ല, വിശ്വാസ്യതയാണ് വേണ്ടതെന്ന് ഇൻഡിഗോ തിരിച്ചറിഞ്ഞു. വിമാനം സമയത്തിന് പുറപ്പെടണം, സുരക്ഷിതമായി ഇറങ്ങണം, പോക്കറ്റ് കാലിയാകരുത്.
അങ്ങനെയാണ് ഇൻഡിഗോ അതിന്റെ ബിസിനസ് മോഡൽ ഇന്ത്യൻ ശൈലിയിൽ രൂപപ്പെടുത്തിയത്. ആദ്യമായി ഇൻഡിഗോ എടുത്ത തീരുമാനം ഒരൊറ്റ മോഡൽ വിമാനം മാത്രം ഉപയോഗിക്കുക എന്നതായിരുന്നു. അവർ എയർബസ് 320, 321 വിമാനങ്ങൾ തിരഞ്ഞെടുത്തു. ഒരു എയർലൈൻസിന്റെ മുഴുവൻ ഫ്ലീറ്റും ഒരേതരം വിമാനമാകുമ്പോൾ പല അഡ്വാൻറ്റേജുകളുണ്ട്. ആദ്യത്തേത്, അവർക്ക് എയർബസിൽ നിന്ന് വലിയ ഡിസ്കൗണ്ടിൽ വിമാനങ്ങൾ ഓർഡർ ചെയ്യാൻ സാധിച്ചു. ഒരേ മോഡൽ കുറേ എണ്ണം വാങ്ങിയപ്പോൾ 30% വരെയാണ് ഇൻഡിഗോയ്ക്ക് എയർബസിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിച്ചത്. 2, ഒരേ കമ്പനിയുടെ ഒരേ മോഡൽ വിമാനങ്ങൾ മാത്രം പറപ്പിക്കുമ്പോൾ കുറഞ്ഞ സ്പെയർ പാർട്സ് മതിയാകും. ഈ സ്പെയർ പാർട്സുകളും ബൾക്കായി വില കുറച്ചു വാങ്ങാം. 3ാമതായി, പൈലറ്റുമാർക്ക് ഏത് റൂട്ടിലും പറപ്പിക്കാം. വിമാന മോഡൽ വേറെയാണെന്ന സാങ്കേതിക പ്രശ്നമില്ല. എഞ്ചിനീയർമാർക്കും സർവീസ് ജീവനക്കാർക്കും ഒരൊറ്റ വിമാനത്തിൽ മാത്രം പരിശീലനം നൽകിയാൽ മതി. ബോയിങ്ങിന് ഒരു ടീം, എയർബസിന് ഒരു ടീം, എംബ്രയറിന് വേറെ, അങ്ങനെ ഒരു പാഴ്ചെലവേ ഇല്ല. വിമാന കമ്പനികളുടെ നടുവൊടിക്കുന്ന അധിക ചിലവാണ് ജീവനക്കാർക്കുള്ള പരിശീലനം എന്നത് മനസ്സിലാക്കുമ്പോഴാണ് ഇക്കാര്യം എത്ര പ്രധാനമാണെന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡിഗോയ്ക്ക് അതിന്റെ മെയിന്റനൻസ് ചിലവ് 50% വരെ കുറയ്ക്കാൻ കഴിഞ്ഞു. ജെറ്റ് എയർവേസ്, എയർ ഇന്ത്യ പോലുള്ള എതിരാളികൾ ബോയിങ്ങിന്റെയും എയർബസിന്റെയും ചെറിയ വിമാനങ്ങളുടെയും വലിയ വിമാനങ്ങളുടെയും ഒരു മിക്സഡ് ഫ്ലീറ്റാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വിമാനങ്ങളുടെ മെയിന്റനൻസ് അവർക്കൊരു ദുസ്വപ്നമായിരുന്നു. ഇവിടെ ഇൻഡിഗോ കാര്യങ്ങൾ ലളിതവും സമർത്ഥവുമായി നിലനിർത്തി. എയർക്രാഫ്റ്റുകളുടെ വൈവിധ്യമില്ലായ്മ വിരസമല്ലേ എന്ന ചിന്തയുണ്ടാകാം. കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരുവിലേക്ക് ചെലവ് കുറച്ച് യാത്ര ചെയ്യുന്ന ഒരു ഇന്ത്യക്കാരൻ താൻ ഏത് മോഡൽ എയർക്രാഫ്റ്റിലാണ് പറക്കുന്നതെന്ന് ഉത്കണ്ഠപ്പെടുന്നില്ലെന്ന് ഇൻഡിഗോയ്ക്ക് അറിയാമായിരുന്നു. അവർക്ക് സമയത്തിന് സുരക്ഷിതമായി അധികം പണച്ചെലവില്ലാതെ എത്തണം, അത്രമാത്രം. ഒന്നിലധികം മോഡൽ വിമാനങ്ങൾ പറത്തുന്ന എയർലൈനുകൾക്ക് ഓരോ പുതിയ മോഡലിനും പുതിയ പൈലറ്റ് പരിശീലനം, പുതിയ സിമുലേറ്റർ സെഷനുകൾ, ആയിരക്കണക്കിന് ഡോളർ ചിലവ് വരുന്ന സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകൾ എന്നിവ ആവശ്യമാണ്. എന്നാൽ ഇൻഡിഗോ ഈ ആശയക്കുഴപ്പം പൂർണ്ണമായും ഒഴിവാക്കി. അവരുടെ പൈലറ്റുമാർ എയർബസ് A320 സിമുലേറ്ററിൽ പരിശീലനം നേടുന്നു. ആ ഒരൊറ്റ സർട്ടിഫിക്കേഷൻ മതി ഫ്ലീറ്റ് മുഴുവനും പ്രവർത്തിപ്പിക്കാൻ. ക്യാബിൻ ക്രൂവിന്റെ പരിശീലനം പോലും സ്ഥിരമായി തുടരുന്നു. ഒരേ സുരക്ഷാ പ്രദർശനങ്ങൾ, ഒരേ എക്സിറ്റ് ലേഔട്ട്, ഒരേ സേവന നടപടിക്രമങ്ങൾ. ഇത്രയും വലിയ ഫ്ലീറ്റ് ഉണ്ടായിട്ടും ആഗോള വിമാന കമ്പനി വ്യവസായത്തിൽ വിമാനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പരിപാലന ചെലവുള്ളത് ഇൻഡിഗോയ്ക്കാണ്. കാരണം ബൾക്കായി വാങ്ങുമ്പോൾ എയർബസ് ഓരോ വിമാനത്തിനും എക്സ്റ്റൻഡഡ് വാറന്റി നൽകി. എയർബസിൽ നിന്ന് ഇൻഡിഗോയ്ക്ക് വേഗത്തിലുള്ള ഡെലിവറി സ്ലോട്ടുകൾ ലഭിച്ചു. സർവീസ് ക്ലോക്കിൽ മുൻഗണന കിട്ടി. ചുരുക്കത്തിൽ ഇൻഡിഗോ എയർബസിനെ ഒരു നിർമ്മാതാവിനേക്കാൾ ഉപരി ഒരു ദീർഘകാല ബിസിനസ് പങ്കാളിയാക്കി മാറ്റി. ഇൻഡിഗോയുടെ വിജയത്തിന് പിന്നിലെ മറ്റൊരു പ്രധാന കാരണം അത് കയ്യിലുള്ള പണത്തിന്റെ നിയന്ത്രണം ഒരിക്കലും നഷ്ടപ്പെടുത്തിയില്ല എന്നതാണ്. മറ്റുള്ളവർ വിമാനങ്ങൾ വാങ്ങാൻ വലിയ തോതിൽ കടം വാങ്ങിയപ്പോൾ ഇൻഡിഗോ സെയിൽ ആൻഡ് ലീസ് ബാക്ക് എന്ന തന്ത്രം പ്രയോഗിച്ചു. ഇൻഡിഗോ എയർബസിൽ നിന്ന് വിമാനങ്ങൾ വാങ്ങും. എന്നിട്ട് ഈ പുത്തൻ വിമാനങ്ങൾ പരമാവധി 3 വർഷം ഉപയോഗിച്ച ശേഷം അമേരിക്കയിലെ വലിയ ലീസിംഗ് കമ്പനികൾക്ക് മറിച്ചു വിൽക്കും. എന്നിട്ട് ഇതേ വിമാനങ്ങൾ അവരിൽ നിന്നും വീണ്ടും ലീസിനെടുക്കും. കിളയ്ക്കാൻ ഒരു തൂമ്പ വാങ്ങി പണി കഴിഞ്ഞ് അത് മറിച്ചു വിറ്റയാളിൽ നിന്ന് തിരികെ വാടകയ്ക്ക് വാങ്ങി വീണ്ടും പറമ്പിൽ പണിയെടുക്കും പോലെ. ഇതിലെ ലാഭം എന്താണ്? ഒന്ന്, അവരുടെ പണം അവരുടെ കയ്യിൽ കിടക്കും. ഇൻഡിഗോയ്ക്ക് എയർബസിൽ നിന്ന് കിട്ടുന്ന ഡിസ്കൗണ്ട് അവർ വിമാനം മറിച്ചു വിറ്റ് പണമാക്കി മാറ്റും. അത് പുനർനിക്ഷേപിച്ച് ലീസിംഗ് കമ്പനികളുടെ വിമാന വാടക നൽകും. കടലാസിൽ വലിയ ട്രാൻസാക്ഷനുകൾ ഉണ്ടാകും. ഇത് ബ്രാൻഡിന്റെ ഇക്വിറ്റി കൂട്ടും. കൂടുതൽ നിക്ഷേപകർ വരും. പിന്നീട് അമേരിക്കൻ ലോ കോസ്റ്റ് കാരിയറുകൾ പോലും കോപ്പിയടിച്ചൊരു രീതിയാണ് ഇൻഡിഗോയുടെ സെൽ ആൻഡ് ലീസ് ബാക്ക് മോഡൽ. വെറുതെ വിമാനങ്ങൾ പറത്തുകയല്ല ഇൻഡിഗോ ചെയ്തത്. അവരുടെ കണക്കുകളും റൂട്ടുകളിലെ തന്ത്രങ്ങളും പിഴച്ചില്ല. പഴയ വിമാന കമ്പനികൾ 1, 2 വലിയ നഗരങ്ങളെ കേന്ദ്രീകരിച്ച് സങ്കീർണമായ ഹബ് ആൻഡ് സ്പോക്ക് നെറ്റ്വർക്ക് പണിയാൻ ശ്രമിച്ചപ്പോൾ ഇൻഡിഗോ പോയിന്റ് ടു പോയിന്റ് റൂട്ടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തത്വത്തിൽ ഡൽഹിയും മുംബൈയും ബംഗളൂരുവും ഹൈദരാബാദും ഒക്കെ അവരുടെ ഹബ്ബാണെന്ന് പറയുമെങ്കിലും സത്യത്തിൽ ഇൻഡിഗോയ്ക്ക് ഹബ്ബുകളില്ല. അവർ എവിടെ നിന്നും എവിടേക്കും എപ്പോഴും പറക്കും. ഏത് വിമാനത്താവളത്തിലും തങ്ങളുടെ വിമാനങ്ങൾ മെയിന്റനൻസ് നടത്തും. അതിന്റെ പ്രധാന ഗുണം അവർക്ക് വേഗത്തിൽ ടേൺ അറൗണ്ട് നടത്താം എന്നതാണ്. ലളിതമായി പറഞ്ഞാൽ, ബംഗളൂരുവിൽ നിന്ന് ഒരു ഇൻഡിഗോ വിമാനം കൊച്ചിയിൽ പറന്നിറങ്ങിയാൽ വെറും 25 മിനിറ്റിനുള്ളിൽ ആ വിമാനത്തിന് ഹൈദരാബാദിലേക്ക് വീണ്ടും പറന്നുയരാൻ സാധിക്കും. ഈ 25 മിനിറ്റാണ് ടേൺ അറൗണ്ട് സമയം. നീണ്ട കാത്തിരിപ്പുകളില്ല, ആശയക്കുഴപ്പങ്ങളില്ല. വിമാനം ഇറങ്ങുന്നു, വൃത്തിയാക്കുന്നു, ഇന്ധനം നിറയ്ക്കുന്നു, യാത്രക്കാരെ കയറ്റി അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് വീണ്ടും പറക്കുന്നു. ഈ ഒരു ചെറിയ കാര്യം ഇൻഡിഗോയ്ക്ക് ഒരു വർഷം ഉണ്ടാക്കി കൊടുക്കുന്നത് 400 കോടി രൂപ വരുന്ന റവന്യൂ ആണ്. എതിരാളികളുടെ വിമാനങ്ങളെക്കാൾ കൂടുതൽ സമയം ഇൻഡിഗോയുടെ ഓരോ വിമാനവും പറന്നു. ഒരു ഇൻഡിഗോ വിമാനം ദിവസത്തിൽ 12 മുതൽ 14 മണിക്കൂർ വരെ പറക്കുന്നു. ഈ വരുമാന വർധനവ് അവരുടെ ഓപ്പറേഷൻ സെന്റർ ഉറപ്പാക്കി. നിലത്ത് കിടക്കുന്നൊരു വിമാനത്തിന് വരുമാനം നേടാൻ കഴിയില്ലെന്ന് ഇൻഡിഗോയ്ക്കറിയാം. വിജയത്തിൽ പ്രധാന പങ്കുവഹിച്ച ഇൻഡിഗോയുടെ സമയനിഷ്ഠയും ലോകോത്തരമാണ്. അത് എടുത്തു പറയേണ്ടതാണ്. പൈലറ്റ് മുതൽ സാനിറ്റേഷൻ തൊഴിലാളി വരെ ഒരു കമാൻഡ് ചെയിനിന്റെ ഭാഗമായി നിന്നാണ് ഇത് നടപ്പാക്കുന്നത്. ഗ്രൗണ്ട് സ്റ്റാഫിന് 30 മിനിറ്റിനുള്ളിൽ ശുചീകരണം, ഇന്ധനം നിറയ്ക്കൽ, യാത്രക്കാരെ കയറ്റൽ എന്നിവ വേഗത്തിലാക്കാൻ അവർ പരിശീലനം നൽകി. ക്യാബിൻ ക്രൂ ബോർഡിംഗ് മുതൽ വീൽചെയർ ഓപ്പറേഷൻ വരെ ചെയ്യും.
ഇൻഡിഗോയുടെ കാര്യക്ഷമതയ്ക്ക് പിന്നിൽ ശ്രദ്ധയോടെ റിക്രൂട്ട് ചെയ്യപ്പെട്ട ഒരു ടീമുണ്ടായിരുന്നു. തങ്ങളുടെ ഓപ്പറേഷണൽ മികവ് കൊണ്ട് ലാഭിക്കുന്ന ഓരോ രൂപയും മത്സരിക്കാനാവുന്ന റേറ്റുകൾ നൽകി യാത്രക്കാരെ ആകർഷിക്കാൻ ഇൻഡിഗോയ്ക്ക് കരുത്ത് നൽകുന്നു. ഇത് സാധ്യമാക്കുന്നതിന് മികച്ച മനുഷ്യ വിഭവശേഷിയും വേണം. ഇൻഡിഗോ അവരുടെ സ്റ്റാഫിനെ പരിശീലിപ്പിക്കുന്നതും വിന്യസിക്കുന്നതും ലോകോത്തര മാനേജ്മെന്റിന്റെ ഉദാഹരണങ്ങളാണ്. ഗ്രൗണ്ട് സ്റ്റാഫ്, ക്ലീനർമാർ, ടെക്നീഷ്യന്മാർ എന്നിവരെല്ലാം ഫോർമുല 1 പിറ്റ് ക്രൂവിനെ പോലെ ഏകോപനത്തോടെ നീങ്ങുന്നു. ഒരു ടീം യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്നു, മറ്റൊന്ന് വൃത്തിയാക്കുന്നു, മറ്റൊന്ന് ഇന്ധനം നിറയ്ക്കുന്നു, മറ്റൊന്ന് സുരക്ഷ പരിശോധിക്കുന്നു. ആ വേഗതയ്ക്ക് പിന്നിൽ വർഷങ്ങളുടെ പരിശീലനവും കൃത്യമായ ആസൂത്രണവുമുണ്ട്. ഇൻഡിഗോയിൽ ആളുകൾക്ക് ജോലി ചെയ്യാൻ മാത്രമല്ല താളത്തിൽ പ്രവർത്തിക്കാൻ കൂടിയാണ് പരിശീലനം നൽകുന്നത്. ഒരു പൈലറ്റ് എയർലൈനിൽ ചേരുന്ന നിമിഷം മുതൽ സമയനിഷ്ഠ അവരുടെ DNA ഭാഗമായി മാറുന്നു. ഒരു ഫ്ലൈറ്റ് 10 മണിക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 10:05 ആകരുത്, അത് ഏകദേശം 10 ആകരുത്, അത് കൃത്യം 10 ആയിരിക്കണം. കാരണം ഗ്രൗണ്ടിൽ 5 മിനിറ്റ് വൈകുന്നത് ആകാശത്തുള്ള 100 യാത്രക്കാർക്ക് കണക്ഷൻ നഷ്ടപ്പെടുന്നതിന് കാരണമായേക്കാം. ജീവനക്കാരെല്ലാം മൾട്ടിപർപ്പസ് ആണ്. ഒരു ഗ്രൗണ്ട് സ്റ്റാഫ് അംഗത്തിന് ചെക്കിനുകളിൽ യാത്രക്കാരെ കൈകാര്യം ചെയ്യാം, തുടർന്ന് ബോർഡിംഗിന് സഹായിക്കാം, എന്നിട്ട് ലഗേജുകൾ ഏകോപിപ്പിക്കാം. ക്യാബിൻ ജീവനക്കാർക്ക് ഒന്നിലധികം ഇൻഫ്ലൈറ്റ് റോഡുകൾ കൈകാര്യം ചെയ്യാൻ ഇൻഡിഗോ പരിശീലനം നൽകിയിട്ടുണ്ട്. സ്മാർട്ടായ വർക്ക് ഫ്ലോ. മറ്റൊരു പ്രധാന നീക്കം തങ്ങൾ ഏറ്റവും നന്നായി ചെയ്യുന്ന ഫ്ലൈയിങ്ങിൽ മാത്രം ഇൻഡിഗോ ശ്രദ്ധിച്ചു എന്നതാണ്. ബാക്കിയുള്ളതെല്ലാം ഔട്ട്സോഴ്സ് ചെയ്തു. കാറ്ററിംഗ്, വിമാന ശുചീകരണം, IT സേവനങ്ങൾ, ചില അറ്റകുറ്റപ്പണികൾ പോലും ഇൻഡിഗോയ്ക്ക് വേണ്ടി ചെയ്യുന്നത് കരാറുകാരാണ്. യാത്രക്കാർക്ക് മുൻവശത്തെയും പിൻവശത്തെയും വാതിലുകൾ വഴി വിമാനത്തിൽ പ്രവേശിക്കാൻ ഇൻഡിഗോ അനുവദിക്കുന്നു. അത് ബോർഡിംഗ് സമയം പകുതിയാക്കി. ഇൻഡിഗോ തങ്ങളുടെ എല്ലാ വിമാനങ്ങളിലും സ്റ്റാൻഡേർഡ് സീറ്റിംഗ് കോൺഫിഗറേഷൻസ് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഡൽഹിയിൽ നിന്ന് ഗോവയിലേക്കോ ബംഗളൂരുവിൽ നിന്ന് ദുബായിലേക്കോ ഇൻഡിഗോയിൽ പറന്നാലും ഒരേ വിമാനമാണെന്ന് തോന്നും. ഇത് കാര്യക്ഷമതയുടെ മാസ്റ്റർ സ്ട്രോക്ക് ആണ്. ഏറ്റവും മികച്ച രീതിയിൽ ആസൂത്രണം ചെയ്ത ഒരു ഓപ്പറേഷനിൽ പോലും ടർബുലൻസ് ഉണ്ടാകാം. ഇന്ത്യയിൽ പ്രത്യേകിച്ചും മെക്കാനിക്കൽ തകരാറുകൾ, ക്ലൈമറ്റ് ഡിലേ, എയർ ട്രാഫിക്കിലെ പ്രശ്നങ്ങൾ, അങ്ങനെ ഇവ നേരിടാൻ ഇൻഡിഗോയ്ക്ക് ഒരു മികച്ച ബാക്കപ്പ് പ്ലാൻ ഉണ്ട്. സ്പെയർ വിമാനങ്ങൾ. പ്രധാന വിമാനത്താവളങ്ങളിൽ പറക്കാൻ തയ്യാറായ കുറച്ച് സ്റ്റാൻഡ് ബൈ വിമാനങ്ങൾ അവർ എപ്പോഴും സൂക്ഷിക്കുന്നു. ഒരു വിമാനത്തിന് അപ്രതീക്ഷിതമായ വൈകൽ ഉണ്ടായാൽ യാത്രക്കാരെ വേഗത്തിൽ ഒരു ബാക്കപ്പ് ജെറ്റിലേക്ക് മാറ്റുന്നു. മറ്റ് എയർലൈനുകൾക്ക് ഇൻഡിഗോ എന്താണെന്ന് പിടികിട്ടിയില്ല. അവരെന്താണ് ചെയ്യുന്നതെന്ന് പോലും മനസ്സിലായില്ല. എതിരാളികൾ അപ്പോഴും ഗ്ലാമറിന് മുൻതൂക്കം നൽകിയ ഇൻഡിഗോ ലോജിക് അടിസ്ഥാനമാക്കിയാണ് ബിസിനസ് വളർത്തിയത്. സ്റ്റേ അലൈവ്, അതിജീവിക്കുക. അതുമാത്രമായിരുന്നു ആദ്യത്തെ 10 വർഷം ഇൻഡിഗോയുടെ ബിസിനസ് മന്ത്രം. തുടക്കം മുതൽ ഇൻഡിഗോ ബോളിവുഡിലെ സൂപ്പർ താരങ്ങൾക്ക് പിന്നാലെ പോയിട്ടില്ല. അപ്പോൾ മാർക്കറ്റിംഗിനുള്ള പണം ഇൻഡിഗോ എങ്ങനെയാണ് ചിലവഴിക്കുന്നത്? ആ കാശ് കൊണ്ട് അവർ പുതിയ വിമാനം വാങ്ങും. ഇൻഡിഗോ നിരന്തരം അതിന്റെ ഫ്ലീറ്റ് പുതുക്കുന്നു. കേട്ടാൽ ആരും വിശ്വസിക്കാത്ത ഒരു കാര്യം പറയാം. ഇൻഡിഗോയുടെ എല്ലാ വിമാനങ്ങളുടെയും ശരാശരി പ്രായം 3 വർഷത്തിൽ താഴെയാണ്. ലോകത്തിൽ ഒരു വിമാന കമ്പനിക്കും അത് സ്വപ്നം കാണാൻ പോലും കഴിയില്ല. ലോകത്തിൽ അങ്ങനെ ഒന്നേ ഉള്ളൂ. ഇതിൽ വലിയ കാര്യമുണ്ട്. പുതിയ വിമാനങ്ങൾക്ക് കൂടുതൽ ഇന്ധനക്ഷമതയുണ്ട്. ഒരു എയർലൈൻ കമ്പനിയുടെ ചെലവിന്റെ 40% വരെ ഇന്ധനം വാങ്ങാനാണ് ചിലവഴിക്കുന്നത് എന്ന് ഓർക്കുക. പുതിയ വിമാനങ്ങൾക്ക് കുറഞ്ഞ മെയിന്റനൻസ് മതി. ഇത് പ്രവർത്തന ചിലവ് കുറയ്ക്കുന്നു. ഇൻഡിഗോയുടെ വിമാനങ്ങൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഓൺ ടൈം പെർഫോമൻസിലും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലും അത് സ്ഥിരമായി ഉയർന്ന റാങ്കിങ്ങിൽ വരുന്നത്. ഇനി ഇന്ത്യക്കാരന്റെ മറ്റൊരു ബുദ്ധി പറയാം. ഇൻഡിഗോയുടെ വിമാന ലീസിംഗ് തന്ത്രം. ഒരു വിമാനം വാങ്ങാൻ ഏകദേശം $50 മുതൽ $100 മില്യൺ വരെ ചിലവ് വരും. ഏതാണ്ട് 900 കോടി രൂപ വരെ. ഒരു പുതിയ എയർലൈൻ പറന്നു തുടങ്ങുന്നതിന് മുമ്പേ പാപ്പരാകാൻ ഇത് മതി. ഒരു വശത്ത് നിന്ന് എയർബസിൽ നിന്ന് ഇൻഡിഗോ വിമാനങ്ങൾ ഡിസ്കൗണ്ടിൽ വാങ്ങും, മറിച്ച് വിറ്റ് ലാഭമുണ്ടാക്കും. അതേസമയം തന്നെ വർദ്ധിച്ചു വരുന്ന റൂട്ടുകളുടെ ആവശ്യകത നികത്താൻ അവർ ലീസിംഗും പ്രോത്സാഹിപ്പിച്ചു. പഴയ വിമാനങ്ങൾ സ്വന്തമാക്കുന്നതിന് പകരം ഇൻഡിഗോ ആധുനിക വിമാനങ്ങൾ വാടകയ്ക്കെടുക്കും. കുറച്ചു വർഷം പറപ്പിച്ച് വീണ്ടും പുതിയ മോഡലുകൾ വാങ്ങി അത് മാറ്റി സ്ഥാപിക്കും. ഫ്ലീറ്റിന് പ്രായമാകാത്തത് ഇതുകൊണ്ടാണ്. എല്ലാ വർഷവും പണച്ചെലവില്ലാതെ സ്മാർട്ട് ഫോൺ മാറ്റുന്നത് പോലെയാണിത്. ഉടമസ്ഥാവകാശത്തിന്റെ ചെലവില്ലാതെ ഇൻഡിഗോയ്ക്ക് എപ്പോഴും ഏറ്റവും പുതിയ മോഡൽ ലഭിക്കുന്നു. ഓപ്പറേറ്റിംഗ് ലീസും ഫിനാൻസ് ലീസും ഇതിനായി അവർ പരീക്ഷിക്കുന്നു. വിമാനങ്ങളുടെ ലാഭശേഷി അളക്കാൻ ലോകവ്യാപകമായി ഉപയോഗിക്കുന്ന അളവുകോലാണ് CASK എന്ന കാസ്ക്. കോസ്റ്റ് പെർ അവൈലബിൾ സീറ്റ് കിലോമീറ്റർ എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. അതായത് ഒരു വിമാന സീറ്റ് 1 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ എത്ര രൂപ ചെലവാകുന്നുവെന്ന് കാസ്ക് ഡിജിറ്റ് സൂചിപ്പിക്കുന്നു. $4.62 ഒരു വിമാന സീറ്റ് 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഇൻഡിഗോ ചെലവഴിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും മികച്ച കാസ്ക് വാല്യൂ ഉള്ള, അതുകൊണ്ട് തന്നെ ലാഭകരമായ എയർലൈനാണ് ഇൻഡിഗോ. വിമാന ഇന്ധനം ഉപയോഗിക്കുന്നതിലും വിദേശ വിമാന കമ്പനികളുടെ പാഠപുസ്തകമാണ് ഇൻഡിഗോ. ഇൻഡിഗോയുടെ വിമാനങ്ങളുടെ ടേക്ക് ഓഫ് ലാൻഡിംഗ് സമയങ്ങളിൽ സുഗമമായ ക്ലൈംബും കുറഞ്ഞ ഐഡലിംഗ് ടൈമും ഉപയോഗിച്ച് ഇന്ധനം ലാഭിക്കാൻ അവർ പൈലറ്റുമാരെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അവരുടെ വിമാനങ്ങളിലെ ഓരോ കസ്റ്റമർ എക്സ്പീരിയൻസും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഭാരം പരമാവധി കുറയ്ക്കുന്ന രീതിയിലാണ്. ഭാരം കുറഞ്ഞ സീറ്റുകൾ, ട്രോളികൾ, ഉപകരണങ്ങൾ, എന്തിന് വിമാനത്തിൽ കൊണ്ടുപോകുന്ന ഉപയോഗിക്കാത്ത വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുന്നത് പോലുള്ള ചെറിയ തീരുമാനങ്ങൾ പോലും ചെലവ് കുറയ്ക്കാൻ സഹായിച്ചു. ഈ മൈക്രോ സേവിംഗ്
ബുക്കിംഗുകൾ വർഷം തോറും കോടിക്കണക്കിന് രൂപയുടെ ലാഭമായി മാറി. ആഗോള എണ്ണ വിപണിയിലും ഇൻഡിഗോ സമർത്ഥമായി കളിച്ചു. ഇന്ന് ഈ ദിവസം ഇതെഴുതുന്ന സമയം 437 ഇൻഡിഗോ വിമാനങ്ങൾ ആകാശത്തുണ്ട്. മില്യൺ കണക്കിന് ലിറ്റർ എണ്ണയാണ് ഈ വിമാനങ്ങൾ കുടിച്ചു വറ്റിക്കുന്നത്. ഓരോ ദിവസവും വില മാറി മറിയുന്ന വിമാന ഇന്ധനം വാങ്ങുന്നതിൽ ഇൻഡിഗോയ്ക്ക് സമാനതകളില്ലാത്തൊരു തന്ത്രമുണ്ട്: ഫ്യൂവൽ ഹെഡ്ജിംഗ്. ഇത് സ്റ്റോക്ക് മാർക്കറ്റിലെ ഷോർട്ട് സെല്ലിംഗ് പോലെയാണ്. അടുത്ത 6 മാസത്തേക്കുള്ള ഇന്ധനം പെട്രോളിയം കമ്പനികളുമായുള്ള കരാറുകളിലൂടെ അവർ ലോക്ക് ചെയ്യുന്നു. അതോടെ എണ്ണവില കൂടുമ്പോഴും ഇൻഡിഗോയ്ക്ക് വില ലോക്ക് ചെയ്തപ്പോഴുള്ള അതേ വിലയ്ക്ക് ലഭിക്കും. വില കുറയുമ്പോൾ നഷ്ടമുണ്ടായേക്കാം, എന്നാൽ സമകാലിക ഇന്ത്യയിൽ അത് അപൂർവമായി സംഭവിക്കുന്ന ഒന്നായതുകൊണ്ട് ഇൻഡിഗോയ്ക്ക് എന്നും ലാഭം തന്നെ. ഇന്ധനവർദ്ധനവിന്റെ സമയത്ത് എതിരാളികൾ പരിഭ്രാന്തരാകുമ്പോൾ ഇൻഡിഗോ ശാന്തമായി നിൽക്കും. അവർ മുൻകൂട്ടി തയ്യാറെടുത്തിട്ടുണ്ട്. ഈ സാമ്പത്തിക അച്ചടക്കമാണ് ട്രെൻഡുകൾ പിന്തുടർന്ന് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തിയ വികാരജീവികളായ വിമാന കമ്പനികളിൽ നിന്ന് അവരെ വേർതിരിച്ചത്. ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകൾക്ക് കമ്മീഷൻ നൽകാനും ഇൻഡിഗോ ആഗ്രഹിക്കുന്നില്ല. 2006 ഇൻഡിഗോ ആദ്യമായി പറന്നപ്പോൾ മുതൽ തന്നെ ഇന്റർനെറ്റ് ടിക്കറ്റ് ബുക്കിംഗും ആരംഭിച്ചിരുന്നു. ഡിജിറ്റൽ ബുക്കിംഗ് സ്വീകരിച്ച ആദ്യത്തെ ഇന്ത്യൻ എയർലൈനുകളിൽ ഒന്നായിരുന്നു ഇൻഡിഗോ. ആദ്യമായി മൊബൈൽ ആപ്പ് തുടങ്ങിയതും അവരാണ്. ഇന്ന് ഇൻഡിഗോയുടെ ഏകദേശം 90% സീറ്റുകളും നിറയുന്നത് അവരുടെ സ്വന്തം വെബ്സൈറ്റ് വഴിയോ ആപ്പ് വഴിയോ നേരിട്ടാണ്, ബുക്കിംഗ് ആപ്പുകൾ വഴിയല്ല. സുരക്ഷിതമായ ട്രാക്ക് റെക്കോർഡ് അത് ഇൻഡിഗോ മറ്റെന്തിനേക്കാളും വിലമതിക്കുന്നു. തുടക്കകാലം മുതൽ ഇൻഡിഗോ ആ വാഗ്ദാനം നൽകിയിരുന്നു: സുരക്ഷയ്ക്ക് 1ാം സ്ഥാനം. ആ ഉറപ്പ് അവർ പാലിച്ചു. ഇന്ന് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ എയർലൈനാണ് ഇൻഡിഗോ. ഇന്ത്യയിലെയോ ഏഷ്യയിലെയോ അല്ല, ലോകത്തിലെ ഏറ്റവും മികച്ചത്. അവരുടെ റെക്കോർഡ്സിൽ അപകടങ്ങളേയില്ല. 20 വർഷമായി അവർ ആകാശത്തുണ്ട്. ഒരാകാശ ദുരന്തത്തിലും അവരുടെ പേര് ചേർക്കപ്പെട്ടിട്ടില്ല. ഇത് യാദൃശ്ചികമായി സംഭവിച്ചതല്ല. ഇൻഡിഗോ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ മികവ് കൊണ്ടുണ്ടായതാണ്. യാത്രക്കാർ സീറ്റിന്റെ നിറമോ വിളമ്പിയ ഭക്ഷണമോ മറന്നുപോകാം, പക്ഷേ ഒരു വിമാനം എത്ര സുരക്ഷിതമായും സ്റ്റെബിലിറ്റിയോടും കൂടിയാണ് പറന്നതെന്ന് അവർ ഒരിക്കലും മറക്കില്ല. ഓരോ പറക്കലിനു മുമ്പും ഇൻഡിഗോയുടെ എഞ്ചിനീയറിംഗ് ടീം ചെക്ക് ലിസ്റ്റുകൾ കൃത്യമായി പാലിക്കുന്നു. പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പ് അവ പരിഹരിക്കുന്ന പ്രെഡിക്റ്റീവ് മെയിന്റനൻസ് ലോകത്ത് ഏറ്റവും കാര്യക്ഷമമായി നടത്തുന്ന കമ്പനിയാണ് ഇൻഡിഗോ. ഓരോ ഇൻഡിഗോ വിമാനവും എഞ്ചിൻ താപനില, വൈബ്രേഷൻ, മർദ്ദം, ഇന്ധനക്ഷമത, ഹൈഡ്രോളിക് റീഡിംഗുകൾ എന്നിങ്ങനെ ആയിരക്കണക്കിന് ഡാറ്റാ പോയിന്റുകൾ ഓപ്പറേഷൻ സെന്ററിലേക്ക് ദിവസവും അയക്കുന്നു. ഈ ഡാറ്റ ഗുർഗാവോണിലുള്ള ഇൻഡിഗോയുടെ ഓപ്പറേഷൻ സെന്ററിലെ AI അധിഷ്ഠിത സംവിധാനങ്ങളും എഞ്ചിനീയർമാരും വിശകലനം ചെയ്യും. ഏറ്റവും ചെറിയ അസാധാരണമായ പാറ്റേൺ കണ്ടെത്തിയാൽ പോലും പ്രശ്നം ഗുരുതരമാകുന്നതിന് മുൻപ് തന്നെ മെയിന്റനൻസ് ടീമുകൾക്ക് അലേർട്ട് ലഭിക്കും. അവരുടെ ഈ അച്ചടക്കമാണ് എല്ലാ ദിവസവും 100 കണക്കിന് ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്തിട്ടും ഇൻഡിഗോയുടെ സുരക്ഷാ റെക്കോർഡ് കളങ്കരഹിതമായി നിലനിർത്തുന്നത്. അതൊരു വലിയ കാര്യമാണ്. അത്തരത്തിലുള്ള എയർലൈനുകൾ ലോകത്തിൽ വളരെ കുറവാണ്. ഇൻഡിഗോയുടെ മെയിന്റനൻസ് ആൻഡ് സേഫ്റ്റി പ്രോട്ടോകോൾ അന്താരാഷ്ട്ര വ്യോമയാന നിലവാരങ്ങൾ പിന്തുടരുന്നു. ഇതിന് DGI സർട്ടിഫിക്കേഷനും യൂറോപ്യൻ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന EASA പാർട്ട് 145 അംഗീകാരവുമുണ്ട്. അതുകൊണ്ടാണ് ദുബായ്, സിംഗപ്പൂർ, ബാങ്കോക്ക് എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ അന്തർദേശീയ റൂട്ടുകൾ വികസിപ്പിക്കാൻ ഇൻഡിഗോയ്ക്ക് കഴിയുന്നത്. കാരണം അവരുടെ വിമാനങ്ങൾ ഇതിനകം തന്നെ ഗ്ലോബൽ കംപ്ലയൻസ് ലെവൽസ് കൈവരിച്ചിരിക്കുന്നു. ആഗോള പാട്ടക്കരാർ കമ്പനികളും നിക്ഷേപകരും ഇൻഡിഗോയെ വിശ്വസിക്കുന്നതും അതുകൊണ്ടാണ്. ഇൻഡിഗോയ്ക്ക് പാട്ടത്തിന് നൽകുന്ന വിമാനങ്ങൾക്ക് മികച്ച റീസെയിൽ വാല്യൂ ഉണ്ട്. കാരണം ലോകത്തിനറിയാം, ഇൻഡിഗോ വിമാനങ്ങൾ മികച്ച രീതിയിൽ പരിപാലിക്കുന്നു. അവരുടെ റെക്കോർഡ്സ് കളങ്കരഹിതമാണ്. എല്ലാ തരത്തിലും സുരക്ഷ പണം സമ്പാദിക്കുന്നു. വികസനത്തിനോ നിലനിൽപ്പിനോ ഇൻഡിഗോ വലിയ തോതിൽ വായ്പ എടുത്തിട്ടില്ല. 2015 അവർ IPOയുമായി രംഗത്തെത്തിയപ്പോൾ അത് ഇന്ത്യയിലെ ആദ്യത്തെ ലാഭമുണ്ടാക്കുന്ന എയർലൈനിന്റെ IPO ആയിരുന്നു. ഇൻഡിഗോ IPO പലതവണ ഓവർ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടു. ഷെയർ കിട്ടാനില്ലാത്ത അവസ്ഥ. ഇന്ത്യ സാമ്പത്തിക മാന്ദ്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ഇൻഡിഗോയുടെ കൈവശം ധാരാളം പണമുണ്ടായിരുന്നു. ഇൻഡിഗോയുടെ വിജയം ഭാഗ്യമായിരുന്നില്ല, ആസൂത്രണമുള്ള നേതൃമികവായിരുന്നു. സ്ഥാപകരിൽ ഒരാളായ രാഹുൽ ഭാട്ടിയ ബിസിനസ് വൈദഗ്ധ്യം, പ്രവർത്തന നിയന്ത്രണം, സാമ്പത്തിക അച്ചടക്കം എന്നിവ കമ്പനിയിൽ കൊണ്ടുവന്നു. ഇന്ത്യൻ വിപണിയെ അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. എവിടെ ലാഭിക്കണം, എവിടെ നിക്ഷേപിക്കണം, ഒരു വലിയ കമ്പനി എങ്ങനെ ലാളിത്യത്തോടെ നടത്തണം എന്നെല്ലാം രാഹുൽ ഭാട്ടിയയാണ് വഴിവെട്ടിയത്. അതേസമയം രാകേഷ് ഗാംഗ്വാൾ കമ്പനിയിലേക്ക് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവന്നു. വിമാന ഡീലുകൾ എങ്ങനെ ചർച്ച ചെയ്യണമെന്നത് മുതൽ ഷെഡ്യൂളിംഗ് അൽഗോരിതങ്ങൾ എങ്ങനെ രൂപകൽപ്പന ചെയ്യണമെന്ന് വരെ തീരുമാനിച്ചത് അദ്ദേഹമായിരുന്നു. ലാഭക്ഷമതയ്ക്ക് പിന്നിലെ എയർലൈൻ ശാസ്ത്രം അദ്ദേഹം മനസ്സിലാക്കി. ഈൽഡ് മാനേജ്മെന്റ്, ലോഡ് ഫാക്ടർ എന്നിവയെല്ലാം അവരൊരുമിച്ച് ഒരു ലോ പ്രൊഫൈലായതും എന്നാൽ ഉയർന്ന പെർഫോമൻസ് ഉള്ളതുമായ നേതൃത്വ ശൈലി സൃഷ്ടിച്ചു. മറ്റ് CEOമാർ മാഗസിൻ കവറുകൾക്കായി പോസ്റ്റ് ചെയ്തപ്പോൾ ഇൻഡിഗോയുടെ മേധാവികൾ മാധ്യമങ്ങളോട് അപൂർവമായി മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. ഇന്ത്യയിൽ തോറ്റുപോയ എയർലൈനുകളിൽ നിന്നും പഠിക്കാനുള്ള ശേഷിയാണ് ഇവരുടെ വിജയത്തിൽ പ്രധാന പങ്കുവഹിച്ച മറ്റൊരു കാര്യം. ഉദാഹരണത്തിന്, ജെറ്റ് എയർവേസ് ഒരു സമയം ഇന്ത്യയിലെ ഏറ്റവും പ്രധാന ഫുൾ സർവീസ് എയർലൈൻ ആയിരുന്നു. ഒരു പ്രീമിയം ഇമേജ് നിലനിർത്താൻ നരേഷ് ഗോയലിന്റെ കമ്പനി വലിയ തോതിൽ വായ്പയെടുത്തു. ബിസിനസ് ക്ലാസ് സീറ്റുകൾ, വില കൂടിയ ലോഞ്ചുകൾ, ഉയർന്ന നിലവാരമുള്ള ഭക്ഷണം എന്നിങ്ങനെ. ഇന്ധനവില കുതിച്ചുയരുകയും സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിലാവുകയും ചെയ്തപ്പോൾ ചെലവുകൾ താങ്ങാനാവാത്തതായി.
പിന്നീട് കിങ്ഫിഷർ എയർലൈൻസ് വന്നു. വിജയ് മല്യ ഗ്ലാമറിനെ വ്യോമയാനവുമായി സമന്വയിപ്പിച്ച സ്വപ്നം. വിമാനങ്ങളിലെ സൗജന്യ ഷാമ്പെയിൻ, പ്രലോഭിപ്പിക്കുന്ന ചുവന്ന ഇന്റീരിയറുകൾ, താരനിബിഡമായ ബ്രാൻഡിംഗ്. എന്നാൽ ആഡംബരം എല്ലാ കാലത്തേക്കും ഫ്യൂവൽ ബില്ലുകൾ അടയ്ക്കുകയോ ജീവനക്കാർക്ക് ശമ്പളം നൽകുകയോ ചെയ്യില്ല. കിങ്ഫിഷറിന്റെ പ്രവർത്തന ചെലവ് കുതിച്ചുയരുകയും കടം പെരുകുകയും ചെയ്തു. 2012 ആയപ്പോഴേക്കും അത് പൂർണ്ണമായും തകർന്നു. ശമ്പളം കിട്ടാത്ത ജീവനക്കാരും നിലത്തിറക്കിയ വിമാനങ്ങളും മാത്രം ബാക്കിയായി. ഇവരിൽ നിന്നെല്ലാം ഇൻഡിഗോ പഠിച്ചു. ഗ്ലാമറിന് പിന്നാലെ പോകരുത്, കാര്യക്ഷമതയ്ക്ക് പിന്നാലെ പോവുക. കിങ്ഫിഷർ വൈൻ വിളമ്പിയപ്പോൾ ഇൻഡിഗോ കൃത്യനിഷ്ഠ വിളമ്പി. ഉപഭോക്താക്കൾ ഒടുവിൽ മനസ്സിലാക്കി, സമയമാണ് യഥാർത്ഥ ലക്ഷറി. ഏവിയേഷനിൽ ടിക്കറ്റ് യുദ്ധങ്ങൾ തീ പോലെ എല്ലാവരെയും പൊള്ളിക്കും. ഒരു വിമാന കമ്പനി വില കുറയ്ക്കുമ്പോൾ മറ്റുള്ളവരും ഇത് പിന്തുടരും. ഒടുവിൽ ആരും പണമുണ്ടാക്കുകയുമില്ല. ഇൻഡിഗോ മറ്റൊരു വഴി സ്വീകരിച്ചു. ഏറ്റവും കുറഞ്ഞ വിലയിൽ ടിക്കറ്റ് നൽകുന്നതിന് പകരം ഏറ്റവും വിശ്വസനീയമായ മൂല്യം നൽകാനാണ് അവർ തീരുമാനിച്ചത്. അവർ ടിക്കറ്റ് വില സ്ഥിരമാക്കി നിർത്തി. 2020-ലും 2025-ലും കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള വിമാന ടിക്കറ്റിന് ഏതാണ്ട് ഒരേ വിലയാണ്. 5 വർഷത്തെ ഇടവേളയിലും അതിശയിപ്പിക്കുന്ന പ്രൈസിംഗ്. COVID-19 സമയത്താണ് ഇൻഡിഗോയുടെ സാരഥികൾക്ക് യഥാർത്ഥ പരീക്ഷണം വന്നത്. ലോകമെമ്പാടും വിമാനങ്ങൾ നിലത്തിറങ്ങി. ഓരോ ദിവസവും ദശലക്ഷക്കണക്കിന് ഡോളർ നഷ്ടപ്പെടുത്തി. പല ഇന്ത്യൻ കാരിയറുകളും ഏതാണ്ട് തകർന്നു. ഇൻഡിഗോയ്ക്കും നഷ്ടം സംഭവിച്ചു. പക്ഷേ അവർ അതിജീവിച്ചു. മറ്റാരെക്കാളും വേഗത്തിൽ കരകയറി. കാരണം വർഷങ്ങളുടെ അച്ചടക്കമുള്ള മാനേജ്മെന്റ് അവർക്കൊരു ക്യാഷ് കുഷ്യൻ നൽകിയിരുന്നു. അവർ ബെയിലൌട്ടുകളോ പാനിക് ലോണുകളോ ആശ്രയിച്ചില്ല. കമ്പനി വേഗത്തിൽ ചെലവ് വെട്ടിക്കുറച്ചു. പണമൊഴുക്ക് നിലനിർത്തി. 2022 ആയപ്പോഴേക്കും അവർ തങ്ങളുടെ ആധിപത്യമുള്ള മാർക്കറ്റ് ഷെയർ തിരിച്ചുപിടിച്ചിരുന്നു. 2023 ജൂണിൽ ലോക വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓർഡറാണ് ഇൻഡിഗോ എയർലൈൻസ് എയർബസിന് നൽകിയത്. 500 വിമാനങ്ങൾ ഒറ്റയടിക്ക് വാങ്ങാനുള്ള കരാർ. എയർബസ് A320 നിയോ, A321 നിയോ, A321 XLR വിമാനങ്ങളാണ് ഇൻഡിഗോ വാങ്ങുന്നത്. തങ്ങളുടെ ഫ്ലീറ്റിന്റെ വലിപ്പം 1000 വിമാനങ്ങളാക്കി ഉയർത്തുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. വിമാനങ്ങൾ മാത്രം വന്നാൽ പോരാ, അതിൽ ഉപയോഗിക്കേണ്ട മനുഷ്യവിഭവശേഷിയും പ്രധാനമാണ്. ഇത് തിരിച്ചറിഞ്ഞ് ഇൻഡിഗോ ലോകത്തിലെ ഏറ്റവും വലിയ ഏവിയേഷൻ അക്കാദമിയും പണിതീർത്തു. 6C അക്കാദമി എന്ന ഈ സമുച്ചയം ഗുർഗാവോണിലാണ്. എയർബസിൽ നിന്നും വിമാനങ്ങൾ എത്തുന്ന മുറയ്ക്ക് ഇവിടെ നിന്നും മികച്ച ജീവനക്കാരും സൃഷ്ടിക്കപ്പെടും. ഓരോ ദിവസവും 2000 സർവീസുകൾ ഇൻഡിഗോ നിലവിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. 2023 മാത്രം 10 കോടി യാത്രക്കാരെ തികച്ച് ഇൻഡിഗോ റെക്കോർഡ് ഇട്ടിരുന്നു. ഒരു വർഷം 10 കോടി യാത്രക്കാരെന്ന നേട്ടം സ്വന്തമാക്കുന്ന ആദ്യത്തെ എയർലൈൻ. ഇൻഡിഗോയുടെ അടുത്ത സ്വപ്നം അന്താരാഷ്ട്ര റൂട്ടുകളുടെ വിപുലീകരണമാണ്. ഇന്ത്യയിലെ ഔട്ട്ബൗണ്ട് യാത്രക്കാരുടെയും കണക്റ്റിംഗ് ട്രാഫിക്കിന്റെയും വലിയൊരു പങ്ക് പിടിച്ചെടുക്കുകയാണ് ലക്ഷ്യം. ഇതിനായി അവർ അതിവേഗം പുതിയ ഡെസ്റ്റിനേഷനുകൾ പ്രഖ്യാപിക്കുന്നു. ഒരു വർഷത്തിനുള്ളിൽ 10 പുതിയ അന്താരാഷ്ട്ര നഗരങ്ങളിലേക്ക് സർവീസ് ആരംഭിക്കാനാണ് പദ്ധതി. ഇതോടെ ആഗോള ശൃംഖല 40-ൽ നിന്ന് 50 ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് വളർത്താനാകും. ലണ്ടൻ, ഏഥൻസ്, കോപ്പൻഹേഗൻ, സിയം റീപ്പ് തുടങ്ങിയ പ്രധാനപ്പെട്ട ഉയർന്ന മൂല്യമുള്ള വിപണികളും മിഡിൽ ഈസ്റ്റും അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിലുണ്ട്. മുംബൈ, മാഞ്ചസ്റ്റർ, മുംബൈ, ആംസ്റ്റർഡാം റൂട്ടുകൾക്കായി വാടകയ്ക്കെടുത്ത വൈഡ് ബോഡി ബോയിങ് 787-9 ഡ്രീം ലൈനറുകൾ ഇൻഡിഗോ ട്രയൽ റൺ നടത്തിയിരുന്നു. ചെറിയ ആഭ്യന്തര പോയിന്റുകളിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് തടസ്സമില്ലാത്ത അന്താരാഷ്ട്ര കണക്ഷനുകൾ എളുപ്പമാക്കുന്നതിനായി ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഉൾപ്പെടെയുള്ള തങ്ങളുടെ ഹബ്ബുകൾ ഇൻഡിഗോ തന്ത്രപരമായി ശക്തിപ്പെടുത്തുകയാണ്. 2030 സാമ്പത്തിക വർഷത്തോടെ ഇന്ത്യയിലെ അവരുടെ അന്താരാഷ്ട്ര ശേഷിയുടെ പങ്ക് നിലവിലുള്ള 28%-ൽ നിന്ന് 40%-ആക്കി ഇൻഡിഗോ വർദ്ധിപ്പിക്കും. ഇന്ത്യൻ ആകാശം നീലയിൽ മുക്കി ഇൻഡിഗോ ഓരോ സെക്കൻഡിലും 2 വിമാനങ്ങൾ വീതം ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ട്. അവർക്കൊരു എതിരാളി അടുത്ത 1/4 നൂറ്റാണ്ടിൽ അസാധ്യം. അച്ചടക്കവും പറഞ്ഞ വാക്കുകളിലെ സത്യസന്ധതയും ഇന്ത്യക്കാർക്ക് കാണിച്ചു കൊടുത്ത വിമാനങ്ങളാണ് അവരുടേത്. ലോകത്തിലെ ഏറ്റവും സമയനിഷ്ഠയുള്ള 10 വിമാന കമ്പനികളിൽ ഒന്ന് ഒരു ഇന്ത്യൻ കമ്പനിയാകുന്നത് ലോകം വിശ്വസിക്കാത്ത കാലമുണ്ടായിരുന്നു. ഇന്ന് ലോകത്തിനറിയാം, ഇന്ത്യയിൽ ഇൻഡിഗോ ഉണ്ട്. അവർ പറയുന്നത് അതുപോലെ ചെയ്യുന്നവരും വിട്ടുവീഴ്ചയില്ലാത്തവരുമാണ്. എതിർപ്പുകളും വിയോജിപ്പുകളും ഉണ്ടാകാം. എന്നാലും സമാനതകളില്ലാത്തൊരു വഴിവെട്ടിയതിന് ഇന്ത്യൻ ഏവിയേഷൻ ലോകം അവരോട് കടപ്പെട്ടിരിക്കും.